നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്സവാന്തരീക്ഷത്തിൽ നാടെങ്ങും സ്കൂൾ പ്രവേശനോത്സവം. താളമേളങ്ങളുടെയും വർണ്ണവിസ്മയങ്ങളുടെയും കൂടെയുള്ള സ്വീകരണ ചടങ്ങുകൾ വിദ്യാർത്ഥികൾക്ക് ആവേശകരമായി. പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റം സൃഷ്ടിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്നിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും കുട്ടികളെ അത്തരം ശീലങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും മുഖ്യമന്ത്രി. 2026-27 വർഷത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പൊറ്റശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഉത്സവ പ്രതീതിയിൽ ഷൊർണൂർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം വടക്കേക്കര ALP സ്കൂളിൽ. വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പുത്തൻ തലമുറയ്ക്കായി കുട്ടികൾ വളരട്ടെ എന്ന് മുഹമ്മദ് മുഹസിൻ MLA. ഷൊർണൂർ സെൻറ് തെരേസസ് സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭം. ഒറ്റപ്പാലം സബ് ജില്ലാ പ്രവേശനോത്സവം പഴയലക്കടി GSP സ്കൂളിൽ. ഒറ്റപ്രസവത്തിൽ ജനിച്ച 3 കുട്ടികൾ ആദ്യാക്ഷരം തേടിയെത്തിയത് വേറിട്ട കാഴ്ച. ചെണ്ടമേള കമ്പടിയോടെ വാണിയംകുളം TRK സ്കൂളിലെ പ്രവേശനോത്സവം. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ AUP സ്കൂളിൽ കുട്ടികളെ വരവേറ്റത് ശാസ്ത്ര കൗതുകമുയർത്തിയ സയൻസ് കോർണറോടെ. വിദ്യാലയം മലയാള സാഹിത്യകാരന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ചിത്രങ്ങളാൽ അലങ്കൃതം. തുഷാർ വെള്ളാപ്പള്ളി VD സതീശൻ കൂടിക്കാഴ്ചയിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് വക്താവ് VR അനൂപ്. സാമ്പത്തിക കുറ്റവാളി എന്നതിലുപരി എന്ത് പ്രിവിലേജാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉള്ളതെന്നും അനൂപ്. തൃശൂർ: തുഷാർ വെള്ളാപ്പള്ളി സമുദായ നേതാവല്ലെന്നും സാമ്പത്തിക കുറ്റവാളിയാണെന്നും VR അനൂപ്. വാർത്തകൾ വിശദമായി. പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റം സൃഷ്ടിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരായ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും കുട്ടികളെ അത്തരം ശീലങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വപ്നങ്ങൾ മാത്രമല്ല, ഈ നാടിന്റെ സ്വപ്നങ്ങൾ കൂടി സാക്ഷാത്കരിക്കുക. നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം. നമ്മളോ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. 2026-27 അധ്യയന വർഷത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പൊറ്റശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ശേഷം ഏറ്റവും ആദ്യമായിട്ടാണ് പാലക്കാട് ജില്ല കിട്ടിയിരിക്കുന്നത്. SSLC ജയിപ്പിച്ചു എന്നുള്ള സർവകാല റെക്കോർഡ് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് സ്വന്തമായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ പഠിക്കണം, അവർ മിടുക്കരാകണം, നല്ല സംസ്വഭാവികളാകണം, നല്ല സത്യസന്ധരാകണം, അല്ലേ? പഠിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അധ്യാപകരെ കൂടി ആദ്യം പറഞ്ഞത് എന്താ അറിയോ? നമുക്കൊരു വൃക്ഷത്തൈ നടണമെന്നാണ്. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N സരിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ K സുധീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ വിദ്യാഭ്യാസ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലദേവി, മെമ്പർ ബീന ജോയ്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ, വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസാമുദ്ദീൻ പൊന്നങ്കോട്, കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അരുൺ ഓലിക്കൽ, DD ETM സലീന BV, SSK DPC MK നൌഷാദ് അലി, പൊറ്റശ്ശേരി GHSS ഹെഡ്മിസ്ട്രസ് C സബിത, പ്രിൻസിപ്പൽ P സന്തോഷ് കുമാർ, PTA പ്രസിഡന്റ് P ജയരാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉത്സവാഘോഷ പ്രതീതിയിലായിരുന്നു ഷൊർണൂർ ഉപജില്ലാ മുനിസിപ്പൽ തല പ്രവേശനോത്സവം. നഗരസഭാ പരിധിയിലെ വടക്കേക്കര ALP സ്കൂളിലായിരുന്നു പ്രവേശനോത്സവം. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. മുൻകാല അധ്യാപകരെ ആദരിക്കുകയും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണവും ഉണ്ടായിരുന്നു. സ്കൂൾ പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷ പ്രതീതിയിലായിരുന്നു വടക്കേക്കര ALP സ്കൂളിലെ പ്രവേശനോത്സവം. വാദ്യമേളങ്ങളും പൂതനം തിറയുമൊക്കെയായി പ്രവേശനോത്സവം ആഘോഷമാക്കി മാറ്റി. പിന്നീട് P മമ്മിക്കുട്ടി MLA, ചെയർപേഴ്സൺ P നിർമ്മല തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ താലത്തിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി സ്വീകരിച്ചു. ഷൊർണൂർ ഉപജില്ലാതല മുനിസിപ്പൽ തല സ്കൂൾ പ്രവേശനോത്സവം വടക്കേക്കര ALP സ്കൂളിൽ വെച്ചായിരുന്നു സംഘടിപ്പിച്ചത്. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയം ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ നിരവധിയായ ആളുകൾ, അധ്യാപികമാർ മാത്രമല്ല, പഠിച്ചുപോയ വിദ്യാലയങ്ങൾ പ്രാഥമികമായുള്ള പഠനം ഇവിടെ സാധ്യമാക്കി അത്യാവശ്യം വന്ന് സഞ്ചരിക്കാനുള്ള ചിറക് വെപ്പിച്ചിട്ടാണ് LP സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ UP സ്കൂളിലേക്ക് അയക്കുന്നതെന്നർത്ഥം. അങ്ങനെ UP സ്കൂള്
അതുപോലെ തന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ്, യൂണിവേഴ്സിറ്റി തലമൊക്കെ കീഴടക്കിയ ഒട്ടേറെ ആളുകൾ പ്രതിഭാധനന്മാരായ, പ്രതിഭാശാലികളായ, രാജ്യത്തിൻ്റെ ഗവേഷണത്തിലും അതുപോലെ തന്നെ ശാസ്ത്രരംഗത്തും അതുപോലെ തന്നെ ഭരണരംഗത്തും. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല അധ്യക്ഷയായിരുന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സിനി മനോജ്, ഷൊർണൂർ AEO സുവർണകുമാരി, BPC ബിന്ദു, ഡയറ്റ് പ്രതിനിധി ഷിജിത, മാനേജ്മെന്റ് പ്രതിനിധി പ്രകാശ് വർമ്മ, നഗരസഭാ കൗൺസിലർമാരായ M മുരുകൻ, ഗോപകുമാർ, PTA പ്രസിഡന്റ് വിനേഷ്, R സുനു, N മനോജ്, പ്രധാന അധ്യാപിക തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മുൻകാല അധ്യാപകരെ ചടങ്ങിൽ പൊന്നാടയണിച്ച് ആദരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, PTA കമ്മിറ്റി ഭാരവാഹികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പുതുതലമുറയായി കുട്ടികൾ വളരട്ടെ എന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. വാടനാംകുറിശി GLP സ്കൂൾ പട്ടാമ്പി മണ്ഡല തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. LSS വിജയികൾക്കുള്ള അനുമോദനവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പി നിയോജകമണ്ഡലതല പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങ് വാടനാംകുശി ഗവൺമെന്റ് LP സ്കൂളാണ് സംഘടിപ്പിച്ചത്. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല തലമുറയായി അടുത്ത വരാനിരിക്കുന്ന ലോകം മികച്ച ലോകമായി മാറുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തലമുറയായി കുട്ടികൾ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർ ജുനൈദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV സത്യജിത്ത്, LP സ്കൂൾ HM ശോഭന, ഗവൺമെൻറ് ഹൈസ്കൂൾ HM ഗീത, BPC ബിന്ദു ടീച്ചർ, SMC ചെയർമാൻ പ്രകാശൻ, PTA പ്രസിഡന്റ് ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ LSS വിജയികൾക്കുള്ള അനുമോദനവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സെന്റ് തേരേസസ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി. ഷൊർണൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK സൗമ്യ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണ്, നല്ല പുത്തൻ പ്രതീക്ഷകളോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, എനിക്ക് ഈ വർഷം നന്നായി പഠിക്കണം, തോന്നാറില്ലേ? നന്നായി പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങണം, എല്ലാത്തിനും A ഗ്രേഡ് വാങ്ങണം അല്ലേ? അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് വേണം? പഠിത്തം മാത്രം പോരാ, കലാകായിക പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് നിൽക്കണം. കാരണം എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു തരത്തിലൊരു കഴിവുണ്ടാവും. ആ കഴിവ് നിങ്ങൾ വികസിപ്പിക്കണം. അതിന് നമ്മുടെ സ്കൂളിൽ നല്ല അധ്യാപകരുണ്ട്. നിങ്ങൾക്കറിയാലോ അല്ലേ, നല്ല സ്നേഹമുള്ള നല്ല മിടുക്കരായ അധ്യാപകരാണ് ഈ സ്കൂളിലുള്ളത്. പ്രവേശനോത്സവ ചടങ്ങിലേക്ക് ജിസി ടീച്ചർ ഏവരെയും സ്വാഗതം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൾ സലാം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ CK പ്രവേശനോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു. വർണ്ണശബളമായ തൊപ്പികളണിഞ്ഞ് താളമേള അകമ്പടികളോടെ വിദ്യാർത്ഥികളുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ചെയ്തു. നവാഗതർക്ക് വർണ്ണക്കുടകൾ നൽകിയത് ശ്രദ്ധേയമായിരുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ സദസ്സിനെ ഉന്മേഷഭരിതരാക്കി. ലോക്കൽ മാനേജർ സിസ്റ്റർ റെജി മറിയ, മുൻ പ്രധാനാധ്യാപിക രാജീവ് വർഗീസ്, HM ഇൻചാർജ് സജി ഡേവിഡ്, സിസ്റ്റർ റിനി മറിയ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സദസ്സിന് ദിവ്യ ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം സബ് ജില്ലാ പ്രവേശനോത്സവം പഴയ ലക്കിടി GSB സ്കൂളിൽ സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികളെ അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും PTA കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നടന്ന പ്രവേശനോത്സവ പരിപാടി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വിശദീകരിക്കുന്നില്ല, എടുത്ത് പറയേണ്ടതാണ്. നാട്ടുകാരെന്ന നിലയിൽ ഈ സ്കൂളിനോട് കാണിക്കുന്ന സ്നേഹവും താല്പര്യവും ഒക്കെ
ശ്രീ ഷൗക്കത്തിൻ്റെയും മറ്റുമൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെയുള്ള കൂട്ടായ്മയാണ്, അതുപോലെയുള്ള നാടിൻ്റെ ആകെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നമ്മുടെ PTA പ്രസിഡന്റ് K. ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം ഷംല ഷൗക്കത്ത്, HR മാനേജർ ജയരാജ് ഷൊർണൂർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്ത്, ശ്രീജ പള്ളം, ഡയറ്റ് ഫാക്കൽറ്റി സുരേഖ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക AR നിഷ സ്വാഗതവും സീനിയർ അധ്യാപിക K. ഷീജ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. നവാഗതർക്കുള്ള പഠനോപകരണ വിതരണം എന്നിവയും നടന്നു. SSLC വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റ പ്രസവത്തിൽ ജനിച്ച കുട്ടികൾ ജന്മദിനമായ ജൂൺ 1 തന്നെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയത് കൗതുകരമായി. വാണിയംകുളം പുലാച്ചിത്ര ചക്കിങ്ങിൽ വീട്ടിൽ ദീപു ഹർഷ ദമ്പതികളുടെ മക്കളായ സാൻവി, ധ്രുവ്, തൻവി എന്നിവരാണ് വാണിയംകുളം ചെറുകാട്ടുപുലം CPVLP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ചേർന്നത്. പ്രവേശനോത്സവത്തിൽ ഇവരെ സ്വീകരിക്കാൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരുമായി നിരവധി പേരാണ് കാത്തുനിന്നത്. ബലൂൺ നൽകിയും പൂവുകൾ നൽകിയുമാണ് മൂവർ സംഘത്തെ സ്വീകരിച്ചത്. ഇവരുടെ ജന്മദിനമായ ജൂൺ 1 സ്കൂളിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. വാണിയംകുളം ടൗൺ അംഗൻവാടിയിലായിരുന്നു ഇവർ. അംഗൻവാടിയിൽ പോയതിനാൽ കരച്ചിലും ഒന്നുമില്ലാതെ നല്ല സന്തോഷത്തിലാണ് ഇവർ സ്കൂളിലെത്തിയത്. ആദ്യമായാണ് ഒരു പ്രസവത്തിൽ ജനിച്ച മൂവർ സംഘം സ്കൂളിലെത്തുന്നതെന്ന് പ്രധാനാധ്യാപിക R. ശ്രീപ്രിയ പറഞ്ഞു. ഒരു ബെഞ്ചിലിരുന്ന് അവർ തുടങ്ങി പഠനത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ച് മുന്നേറാൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗണേശ്ഗിരി സെൻറ് ആൻ്റണീസ് LP സ്കൂളിലെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ലത ഉദ്ഘാടനം ചെയ്തു. പഠനോപകരണങ്ങളുടെ വിതരണവും ആദരിക്കലും ഉണ്ടായിരുന്നു. ഗണേശ്ഗിരി സെൻറ് ആൻ്റണീസ് LP സ്കൂളിലെ 2026-27 അധ്യയന വർഷ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടുകൂടിയാണ് സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ ലത ഉദ്ഘാടനം ചെയ്തു. നല്ല ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വിദ്യാലയത്തിലിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. ചടങ്ങിൽ സ്കൂൾ HM വിനിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. CM കിഡ്സ് സ്കോളർഷിപ്പ് 2026 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദ്യമായാണ് സ്കൂളിൽ 3 വിദ്യാർത്ഥികൾ CM കിഡ്സ് സ്കോളർഷിപ്പ് നേടിയത്. കഴിഞ്ഞ അധ്യയന വർഷം ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും പ്രത്യേകം അനുമോദിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വിദ്യാലയത്തിനും നാടിനും അഭിമാനമായ ജിലിൻ JL ദാസിനെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികൾക്ക് നോട്ട് ബുക്കുകളും വിതരണം ചെയ്തു. കൂടാതെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗണേശ്ഗിരിയുടെ ആഭിമുഖ്യത്തിൽ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ സൗകര്യം മുൻനിർത്തി നവീകരിച്ച സ്കൂൾ ശുചിമുറിയുടെ ഉദ്ഘാടനം മാനേജ്മെന്റ് പ്രതിനിധി ചന്ദ്രൻ നിർവഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ, PTA ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെണ്ടവാദ്യ അകമ്പടിയോടെ വാണിയംകുളം TRK സ്കൂളിലെ പ്രവേശനോത്സവം PTA പ്രസിഡന്റ് MP സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ കാര്യങ്ങൾ ഓരോ ക്ലാസ് കഴിയുന്നതോറും ഓരോ ദിവസവും വൈകിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു 10 മിനിറ്റ് ആ കുട്ടികൾ വന്ന് സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയത്താണ് കുട്ടികൾ ഉള്ളു തുറന്ന് അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്. കുട്ടികൾ നേരിടുന്ന നല്ലതും പ്രയാസമുള്ളതുമായ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഇടമാണ് ഈ 4 മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്ന സമയത്ത്. വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് P അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ C. കലാധരൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി PK മഞ്ജുള നന്ദി പറഞ്ഞു. മാതൃസമിതി പ്രസിഡന്റ് B. ലക്ഷ്മി, സുരേഷ് കുമാർ, കിഷോർ K, ബാബു, TP ഉണ്ണീഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ശുചിത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ചൊല്ലി. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പായസ വിതരണവും നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ AUP സ്കൂളിൽ പ്രവേശനോത്സവത്തിന് കുട്ടികളെ വരവേറ്റത് ശാസ്ത്ര കൗതുകമുണർത്തിയ സയൻസ് കോർണർ. വിദ്യാലയം മലയാള സാഹിത്യകാരന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ചിത്രങ്ങളാൽ അലങ്കൃതമാണ്.
പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച ഈ പ്രോജക്റ്റിലൂടെ മലയാള സാഹിത്യകാരന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ചിത്രങ്ങളാൽ അലങ്കൃതമാണ് വിദ്യാലയം. കേവലം അലങ്കാരത്തിനപ്പുറം കുട്ടികൾക്കുള്ള പഠന മാധ്യമം കൂടിയാവുകയാണ് വിദ്യാലയത്തിലെ ചുവരുകൾ. അതിൻ്റെ തുടർച്ചയായി പൂർവ്വ വിദ്യാർത്ഥി ദിലീപിൻ്റെ സംഭാവനയിലൂടെ ഈ വർഷം തയ്യാറാക്കിയ സയൻസ് കോർണർ പ്രവേശനോത്സവ ദിനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ മോഹൻകുമാർ സ്കൂളിന് സമർപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ കൗൺസിലർ കെ രമാദേവി, ഹെഡ് ടീച്ചർ PV ചന്ദ്രിക, PTA പ്രസിഡന്റ് P ദിവ്യ, MPTA വൈസ് പ്രസിഡന്റ് ഷമീറ, SSG ചെയർമാൻ അശോകൻ, മുൻ പ്രധാനാധ്യാപകൻ ശാന്തിലാൽ, മുൻ ഓഫീസ് അസിസ്റ്റന്റ് സത്യനാരായണൻ, പൂർവാധ്യാപകൻ ഗോപിനാഥൻ, കല്ലിപ്പാടം വായനശാല പ്രതിനിധി മോഹൻദാസ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ബാലകൃഷ്ണൻ K, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി നല്ല ഉന്നത വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്നും നമ്മുടെ സ്കൂളിൽ ഷൊർണൂർ നഗരസഭയിൽ തന്നെ മികച്ച തുടക്കം ലഭിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പറയുന്നു. അതുപോലെ ന്യൂസ് സെന്റർ ഷൊർണൂർ. തുഷാർ വെള്ളാപ്പള്ളി VD സതീശൻ സന്ദർശനത്തിൽ അതിർത്തി പരസ്യമാക്കി കോൺഗ്രസ് വക്താവ് VR അനൂപ്. സാമ്പത്തിക കുറ്റവാളി എന്നതിലുപരി എന്ത് പ്രിവിലേജാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉള്ളതെന്നും VR അനൂപ് ചോദിച്ചു. അധികാരത്തിലിരിക്കുന്നവർ ഇതെല്ലാം ശ്രദ്ധിക്കണം. വെള്ളാപ്പള്ളിയുടെയും തുഷാറിൻ്റെയും മുൻ പ്രസ്താവനകൾക്കെതിരെ സ്വീകരിച്ച നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നതെന്നും VR അനൂപ് കൂട്ടിച്ചേർത്തു. തുഷാർ വെള്ളാപ്പള്ളി സമുദായ നേതാവല്ലെന്നും സാമ്പത്തിക കുറ്റവാളിയാണെന്നും VR അനൂപ് പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്ക് പ്രചാരകർക്കെതിരെയുള്ള വിധിയെഴുത്താണ്. അതെല്ലാവരും മനസ്സിലാക്കണം. ജനവിധി എന്ന് പറയുന്നത് ഇത്തരക്കാർക്ക് എതിരാണ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഏത് പൗരനും സെക്രട്ടേറിയറ്റിൽ പോയി ഓഫീസിൽ പോയി ആളെ കാണാം. അല്ലാതെ ഒരു സാമ്പത്തിക കുറ്റവാളി എന്നതിൽ കവിഞ്ഞ് NDA ഘടകകക്ഷി നേതാവോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ എന്നതിലുപരിയായി തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു പ്രിവിലേജും കേരളീയ സമൂഹത്തിലില്ല. അങ്ങനെ പ്രിവിലേജ് ഉണ്ടാകാനും പാടില്ല എന്നുള്ളതാണ് നില. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ ജൂൺ 1 മുതൽ കയറി തുടങ്ങി. ബസ്സുകൾ തീരെ കയറാത്ത സാഹചര്യത്തിൽ നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് ഇപ്പോൾ ബസ്സുകൾ കയറാൻ തുടങ്ങിയത്. തൃശ്ശൂരിൽ നിന്നും ഷൊർണൂർ വഴി പാലക്കാട്ടേക്ക് പോകുന്നതും തിരികെ തൃശ്ശൂരേക്ക് പോകുന്ന ബസ്സുകൾ ഒഴികെ മറ്റുള്ള ബസ്സുകളും സ്റ്റാൻഡിൽ കയറും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വീണ്ടും സ്വകാര്യ ബസ്സുകൾ കയറാൻ തുടങ്ങിയത്. ജൂൺ 1 തിങ്കളാഴ്ച രാവിലെ മുതൽക്കാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയ ശേഷം യാത്രക്കാരെ ഇറക്കിയും കയറ്റിയും സർവീസ് നടത്തുന്നത്. രാവിലെ നഗരസഭാ അധികൃതരും ഷൊർണൂർ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. അതേസമയം തീരുമാനങ്ങൾ ഒന്നും കേട്ടില്ല കണ്ടില്ല എന്ന മട്ടിൽ ചില ബസ്സുകളൊക്കെ സ്റ്റാൻഡിൽ കയറാതെയും പോയിരുന്നു. പല യാത്രക്കാരും സ്റ്റാൻഡിൽ ബസ് കയറുന്ന വിവരം അറിഞ്ഞിട്ടുമില്ല. സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തെ ഉള്ളിലേക്കായി സൈഡിൽ കാറുകൾ പാർക്കിംഗ് ചെയ്തതിനാൽ ബസ്സുകൾക്ക് കൃത്യമായി കയറി വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. ഇത് അധികാരികൾ ശ്രദ്ധിക്കണം. കൂടാതെ പലയിടങ്ങളിലായും ബൈക്കുകളും പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളും ഒഴിവാക്കണം. ഷൊർണൂർ നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുളപ്പള്ളി സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങിയത്. അതേസമയം തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്നതും തിരിച്ച് തൃശ്ശൂരിലേക്ക് വരുന്നതുമായ സ്വകാര്യ ബസ്സുകൾ ഒഴികെയുള്ള മറ്റു എല്ലാ സ്വകാര്യ ബസ്സുകളും സ്റ്റാൻഡിൽ കയറാനാണ് തീരുമാനം. കുളപ്പള്ളി സ്റ്റാൻഡിൽ ബസ് കയറുന്നത് മൂലം ബസ്സുകളുടെ സമയം നഷ്ടമാകാതിരിക്കാൻ കുളപ്പള്ളിയിലെ സ്വകാര്യ ഹോട്ടലിന് മുന്നിലുള്ളതും വിദേശ മദ്യശാലയ്ക്ക് മുന്നിലും വിദേശ മദ്യശാലയ്ക്ക് മുന്നിലുള്ള ബസ് സ്റ്റോപ്പും ഒഴിവാക്കിയിട്ടുണ്ട്. കണയം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്നും നേരത്തെ ആവശ്യമുയർന്നിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശ്ശൂർ പൂരം എക്സിബിഷൻ സമാപിച്ചു. സമാപന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. അപകടരഹിതമായ പൂരങ്ങളാണ് ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂരത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിന് ചില തീരുമാനങ്ങൾ കേരള സർക്കാരായാലും പൂരപ്രേമികളുടെ വിവിധ സംഘങ്ങളായാലും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ദേവസ്വങ്ങളുമെല്ലാം ചേർന്ന് ക്രമീകരണങ്ങൾ, അതിൽ സാങ്കേതികത ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് അപകടരഹിതമായ ഒരു പൂര കാലാവസ്ഥ സൃഷ്ടിക്കുവാൻ സാധിക്കണം എന്നുകൂടി പ്രതിജ്ഞ ചെയ്യുന്ന ഒരു സമാപന സമ്മേളനമാവണം ഈ സമ്മേളനമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ഞാൻ
തൃശൂർ പൂരത്തോടനുബന്ധിച്ച് മാർച്ച് 22-ന് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് ആരംഭിച്ച പൂരപ്രദർശനമാണ് സമാപിച്ചത്. കഴിഞ്ഞ 69 ദിവസങ്ങളിലായി നടന്ന പൂരപ്രദർശനത്തിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും ഉണ്ടായി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രദർശനം എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും വ്യത്യസ്തമായും പുതുമയാർന്ന തരത്തിലുമാണ് ഒരുക്കിയിരുന്നത്. സമാപന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഇരു ദേവസ്വങ്ങളുടെയും പ്രത്യേക സംഘം ശിവകാശിയിൽ പോയി വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാങ്കേതിക കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അപകടരഹിതമായ പൂരങ്ങളായിരിക്കണം ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകേണ്ടത്. എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി OJ ജനീഷ്, MLA-മാരായ രാജൻ K. പല്ലൻ, K. രാജൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, കൗൺസിലർമാർ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്സവാന്തരീക്ഷത്തിൽ നാടെങ്ങും സ്കൂൾ പ്രവേശനോത്സവം. താളമേളങ്ങളുടെയും വർണ്ണവിസ്മയങ്ങളുടെയും കൂടെയുള്ള സ്വീകരണ ചടങ്ങുകൾ വിദ്യാർത്ഥികൾക്ക് ആവേശകരമായി. പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റം സൃഷ്ടിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്നിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും കുട്ടികളെ അത്തരം ശീലങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും മുഖ്യമന്ത്രി. 2026-27 വർഷത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പൊറ്റശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഉത്സവ പ്രതീതിയിൽ ഷൊർണൂർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം വടക്കേക്കര ALP സ്കൂളിൽ. വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പുത്തൻ തലമുറയ്ക്കായി കുട്ടികൾ വളരട്ടെയെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ഷൊർണൂർ സെന്റ് തെരേസസ് സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭം. ഒറ്റപ്പാലം സബ് ജില്ലാ പ്രവേശനോത്സവം പഴയലക്കടി GSP സ്കൂളിൽ. ഒറ്റപ്രസവത്തിൽ ജനിച്ച 3 കുട്ടികൾ ആദ്യാക്ഷരം തേടിയെത്തിയത് വേറിട്ട കാഴ്ച. ചെണ്ടമേള കമ്പടിയോടെ വാണിയംകുളം TRK സ്കൂളിലെ പ്രവേശനോത്സവം. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ AUP സ്കൂളിൽ കുട്ടികളെ വരവേറ്റത് ശാസ്ത്ര കൗതുകമുയർത്തിയ സയൻസ് കോർണറോടെ. വിദ്യാലയം മലയാള സാഹിത്യകാരന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ചിത്രങ്ങളാൽ അലങ്കൃതം. തുഷാർ വെള്ളാപ്പള്ളി VD സതീശൻ കൂടിക്കാഴ്ചയിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് വക്താവ് VR അനൂപ്. സാമ്പത്തിക കുറ്റവാളി എന്നതിലുപരി എന്ത് പ്രിവിലേജാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉള്ളതെന്നും അനൂപ്. തൃശൂർ. തുഷാർ വെള്ളാപ്പള്ളി സമുദായ നേതാവല്ലെന്നും സാമ്പത്തിക കുറ്റവാളിയാണെന്നും VR അനൂപ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.